മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അപ്സര. അപ്സരയോടുള്ള സ്നേഹം പ്രേക്ഷകർ പല രീതിയിലാണ് അറിയിക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ, പോസ്റ്റുകളിലൂടെയും അതിൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെയുമാണ് അപ്സരയോടുള്ള സ്നേഹം കൂടുതൽ പ്രേക്ഷകരും അറിയിക്കുന്നത്. മറ്റൊന്ന്, താരം അഭിനയിക്കുന്ന എല്ലാ പരമ്പരകളും കഥാപാത്രങ്ങളും ഏറ്റെടുക്കുക എന്നത്. അതിനേക്കാൾ ഉപരി അപ്സരയുടെ ജീവിതവുമായി വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് സംസാരിക്കാനും ഒക്കെ. ഇപ്പോഴിതാ കുട്ടികളും കുടുംബവും ആഗ്രഹിച്ച അപ്സരയുടെ രണ്ടാം വിവാഹത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നടി വെളിപ്പെടുത്തുന്നത്. മാരേജ് എന്ന കോൺസെപ്റ്റിനോട് എനിക്ക് വളരെയധികം ഭയമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്നെ വല്ലപ്പോഴുമല്ല എപ്പോഴും പേടിപ്പിച്ചിരുന്നു. എപ്പോഴും പേടിയോടെ മാത്രമായിരുന്നു ഞാൻ അതൊക്കെ തന്നെ നോക്കിയിരുന്നത്. കുറച്ചുനാൾ ഒരുമിച്ച് ജീവിച്ചാൽ തന്നെ എന്താണ് അവരെന്ന് നമുക്ക് മനസ്സിലാകാമെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ജനങ്ങളോട് പറയാനുള്ളത്, മീഡിയയിൽ വരുന്നതെല്ലാം വിശ്വസിക്കരുത് എന്നാണ്. ഞാനും അദ്ദേഹവും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ പലരിടത്തും വരുന്നുണ്ട്. 2021 ആൽബിയും നടിയും തമ്മിലുള്ള വിവാഹം നടന്നത്. താരത്തിൽ രണ്ടാം വിവാഹമായിരുന്നു അത്. എന്നാൽ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ അപ്സര പങ്കിടാറില്ല. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ച്, തന്റെ ജീവിതത്തെക്കുറിച്ചുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചുമാണ് ബിഗ് ബോസിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നതാണ് ഇത് സംസാരിക്കുന്നത്. വിവാഹമെന്ന കോൺസെപ്റ്റിനോട് തനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. എന്നോട് ചതിയും വഞ്ചനയും എല്ലാം ചെയ്തിട്ടുള്ളവരോട് ക്ഷമിക്കുന്ന ഒരാളാണ് ഞാൻ. അവരെ ലൈഫിൽ അടുപ്പിക്കുകയും ദ്രോഹിക്കുകയും പോവുകയും ചെയ്തിട്ടില്ല. പക്ഷെ സോറി പറഞ്ഞാൽ അവരത് തെറ്റ് ചെയ്തതാകില്ല. അങ്ങനെ ചെയ്യരുത്. ഒരിക്കൽ ചതിച്ചവർ വീണ്ടും ആവർത്തിക്കും. ആരോടും പിണങ്ങിയിരിക്കാൻ താല്പര്യപ്പെടാത്തയാളാണ് ഞാൻ. എന്നെക്കുറിച്ച് കുറ്റം പറയുന്നവർ പണി കൊടുക്കാനും പോകാറില്ല. ചതിച്ചവർക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കാറില്ല. എനിക്ക് ഭയമാണ്. ഒട്ടും പറ്റില്ലെന്ന് തോന്നിയാൽ മാത്രമേ ഞാനൊരു കാര്യത്തിൽ നിന്നും പുറത്തു വരൂ. അല്ലെങ്കിൽ കടിച്ചു തൂങ്ങി അവിടെ പരമാവധി നിൽക്കും. അപ്സര പറയുന്നുണ്ട്. വിവാഹമോചനം എന്നത് പ്രോസസ് നമുക്ക് കാര്യത്തിൽ തന്നെ ഒരുപാട് സന്തോഷവും സുഖവും തരുന്ന ഒന്നല്ല. അടുത്തിടെ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് കോടതിയിൽ പോകേണ്ടി വന്നു. കോടതി പരിസരത്ത് നിൽക്കുമ്പോൾ എന്നെ കണ്ട് പലരും നോക്കുന്നുണ്ടായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ ആളുകൾ നമ്മളെ നോക്കുന്നൊരു രീതിയുണ്ട്. അതുപോലെ തന്നെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് നേരെ വരുന്ന ചോദ്യങ്ങളും ആർഗ്യുമെന്റ്സും മറുപടികളും എല്ലാം അതിനായി മുടക്കേണ്ട പണവും ഇമോഷണലും എല്ലാം ഉണ്ട്. കുറച്ചുനാൾ മുൻപ് വരെ ഒരുമിച്ച് ജീവിച്ചാൽ തന്നെ എന്താണ് അവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ട്രഗിൾ, വിഷമം അവർ കാരണം അനുഭവിക്കേണ്ടി വരും. വിവാഹം എന്ന കോൺസെപ്റ്റിനോട് എനിക്കിപ്പോൾ ഭയമായി മാറാനുള്ള ഒരുപാട് കാരണങ്ങൾ ഇങ്ങനെ തന്നെ എനിക്ക് നിരത്താൻ സാധിക്കുമെന്ന് അപ്സര പറയുന്നു. അതുപോലെ ജനങ്ങളോട് പറയാനുള്ളതും, മീഡിയയിൽ വരുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കരുത് എന്നാണ്. അതിൽ വരുന്നതെല്ലാം സത്യമല്ല. സത്യാവസ്ഥ അറിഞ്ഞ ശേഷം മാത്രം പ്രതികരിക്കുക. എന്നോട് വക്രീകരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും. അതിനനുസരിച്ചാണ് ഞാൻ സാഹചര്യങ്ങൾ അനുസരിച്ച് ഉത്തരം പറയും. ഒരാളെ പ്രണയിച്ചു തുടങ്ങിയ ശേഷം അയാളുടെ എന്തെങ്കിലും ക്യാരക്ടർ ഇഷ്ടപ്പെടാതിരുന്നാൽ ചിലർ കരുതും വിവാഹശേഷം ഇതെല്ലാം മാറുമെന്ന്. അങ്ങനെ കരുതരുത്. ഒരിക്കലും ആ സ്വഭാവം മാറാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതപ്പോൾ ഉപേക്ഷിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മളുടെ ശരി കണ്ടെത്തേണ്ടതെന്ന് അപ്സര ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.